നമസ്കാരം. ഇറാനിലെ പരമോന്നത മതനേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധത്തെ തുടർന്ന് ഉണ്ടായ സംഘർഷങ്ങളിൽ ശരിക്കും ഇപ്പോൾ വെള്ളം കുടിക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ വ്യാപകമായ തോതിലാണ് അവിടെ ഇപ്പോൾ ഖമേനിയുടെ വധത്തിനെതിരെ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ്, കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേർക്ക് ഒരു സംഘം ഷിയ വിശ്വാസികൾ നടത്തിയ പ്രതിഷേധ പ്രകടനം ഒടുവിൽ വെടിവയ്പ്പിലാണ് കലാശിച്ചത്. 20-ലധികം പേരാണ് ഇവിടെ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. ഏതാണ്ട് 900 കിലോമീറ്ററോളമാണ് ഇറാനുമായി പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത്. ഇറാനും പാകിസ്ഥാനുമായി അത്ര നല്ല ബന്ധത്തിലുമല്ല. പക്ഷേ പാകിസ്ഥാനിലുള്ള ഷിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇക്കാര്യത്തിൽ അതിശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത് പാകിസ്ഥാൻ സർക്കാരിന് വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയെ പിണക്കാനും പറ്റുകയില്ല. ഖമേനിയെ വധിച്ച സംഭവത്തിൽ എന്തെങ്കിലും പ്രതിഷേധം ഉയർത്താനോ മറ്റോ പാകിസ്ഥാൻ സർക്കാരിന് ഒരിക്കലും കഴിയുകയുമില്ല. കാരണം അമേരിക്കയുടെ പണക്കം നേടേണ്ടി വരും നമുക്ക് നന്നായിട്ട് അറിയാം. മാത്രവുമല്ല, ഈ രാജ്യത്തെ ആഭ്യന്തര സ്ഥിതി അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. മറ്റൊരു പ്രധാന പ്രതിസന്ധി അഫ്ഗാനിസ്ഥാനുമായുള്ള അവരുടെ ഏറ്റുമുട്ടലാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി നിരന്തരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും എത്രയോ പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അതിരൂക്ഷമായ തോതിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. അത് ഒരു വശത്ത്. മറുവശത്ത് ഖമേനിയുടെ വധവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങൾ, ഷിയ വിഭാഗങ്ങൾ ഉയർത്തുന്ന പ്രതിഷേധവും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും റഷ്യയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. റഷ്യൻ സർക്കാരുമായി വിവിധ കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾക്കാണ് ഇവർ പോകാനിരുന്നത്. പക്ഷേ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ അവരുടെ യാത്രയും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ സാമ്പത്തികമായി ഏറെ തളർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പ്രതിരോധ മേഖലയിലാണെങ്കിലും വലിയ തോതിലുള്ള തിരിച്ചടി ഏറ്റിട്ടുണ്ട്. കടം കാരണം നിൽക്കക്കളില്ലാത്ത അവസ്ഥയാണ്. ലോകബാങ്ക് ഉൾപ്പെടെയുള്ള ലോകത്തെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത ഒരു ലോണും തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഈ മറ്റ് കലാപങ്ങൾ. ഇതുകൂടാതെയാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്ന വലിയ തോതിലുള്ള കലാപം. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള സംഘർഷം മറുവശത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാനാണ് ശരിക്കും ഇപ്പോൾ ഈ കാര്യത്തിൽ വെട്ടിലായിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ശരിക്കും ചെകുത്താനും കടലിനും ഇടയിലെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ്. ആര് നിയന്ത്രിക്കും, അല്ലെങ്കിൽ ആരെ ഒതുക്കും, ആരുടെ കൂടെ നിൽക്കും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്കയോടൊപ്പം നിൽക്കുന്നതാണ് അവർക്ക് നല്ലത്. പക്ഷേ അയൽരാജ്യമായ ഇറാനാകട്ടെ എല്ലായ്പ്പോഴും പാകിസ്ഥാനോട് കുറേ വർഷങ്ങളായി ശത്രുതാ മനോഭാവം തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ വിപുലമായ തോതിലുള്ള മിസൈൽ ശേഖരം അവർക്കുണ്ടെന്ന് ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരുപക്ഷെ തങ്ങളുടെ നേർക്ക് നാളെ ഉണ്ടാകുമോ എന്നുള്ള ഭയം അസീം മുനീറിനുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ രാജ്യത്തെ ആഭ്യന്തര കലാപങ്ങൾ ഒരു വശത്ത്, ഇറാനിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്വന്തം രാജ്യത്ത് നടക്കുന്ന കലാപങ്ങൾ മറ്റൊരു വശത്ത്, അമേരിക്കയെ പണക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മറുവശത്ത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സ്വതവേ ദുർബലമായിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ നേരിടും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഗൾഫ് മേഖലയിൽ നടക്കുന്ന ഈ വലിയ തോതിലുള്ള ഈ ഏറ്റുമുട്ടലിൽ നിന്നും തന്നെ പാകിസ്ഥാൻ ഇനി ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടുമില്ല. പാകിസ്ഥാനെ ഒരു പ്രതികരണം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയാമെന്നുള്ളൊരു കാര്യം അമേരിക്ക അനുകൂലിച്ച പ്രസ്ഥാനം നടത്തുക മാത്രമാണ്. ഡൊണാൾഡ് ട്രംപിനാകട്ടെ പാകിസ്ഥാൻ ഇന്ന് തൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ ആശയാഭിലാഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മോഹങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാൻ പറ്റിയ രാജ്യം പാകിസ്ഥാനാണ്. ഇന്ത്യയിലെന്ന് നന്നായിട്ട് ട്രംപിന് അറിയുകയും ചെയ്യാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇറാൻ്റെ പേരിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ നമ്മൾ സുരക്ഷിതരാണ്. നമുക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. വിദേശ രാജ്യങ്ങളിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അവരും സുരക്ഷിതരായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി, വിദേശകാര്യ മന്ത്രാലയം ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിലെ പാകിസ്ഥാൻകാരുടെ കാര്യം എന്താകും എന്നുള്ള വിഷയം പോലും അവിടെ വരുന്നുണ്ട്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ തന്നെ ധാരാളം പാകിസ്ഥാനികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്താകുമെന്ന് ഇനിയും ആർക്കും പറയാനും കഴിയില്ല. കാരണം പാകിസ്ഥാനിലൊരു സർക്കാരുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.